വേഗം വാ. സന്തോഷ വാർത്തയല്ല വല്യമ്മാവ, സങ്കട വാർത്തയാ. എന്തു പറ്റി? സുനിൽ വാങ്ങിക്കൂട്ടിയ ഷെയറുകളുടെയൊക്കെ വില പിന്നെ ഇടിഞ്ഞോ? സുനിലേ, അക്കാര്യം പറഞ്ഞ് നീ എൻ്റെ അടുത്തുനിന്ന് വാങ്ങിയ കടം തിരിച്ചു തരാതിരിക്കരുത്. പഴയ ബാലൻസ് ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ കഴിഞ്ഞ മാസം വാങ്ങിയ 50,000 ഈ ആഴ്ച തന്നേ മതിയാവും. എൻ്റെ അമ്മാവ, ഞങ്ങൾ പൈസയുടെയോ ഷെയറിൻ്റെയോ കാര്യത്തിനല്ല വന്നത്. അല്ലെങ്കിൽ തന്നെ എന്തോന്ന് ഷെയർ, പണ്ടങ്ങോ പറ്റിയൊരു അബദ്ധം. ഒരബദ്ധോ? അല്ല അമ്മാവ, അതൊന്നും അല്ല. സുശീല വല്യമ്മയെ മോള് ഇങ്ങോട്ട് വരുന്നു. ഭർത്താവ് കള്ളനോട്ട് കേസിൽപ്പെട്ട് ചത്തില്ലേ, ആ നാട്ടുകാർ ഓടിച്ചു വിട്ടു കാണും. വാ അമ്മേ, വാ. വാ. അമ്മ ഇങ്ങോട്ട് വാ. എന്താ കാര്യം? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? കുടുംബത്തിന്റെ മാനം കെടുത്തി കണ്ടമാനം ജീവിച്ചിട്ട് ഭർത്താവ് ചെത്തപ്പോ നാണോ ഇല്ലാതെ തിരിച്ചു വന്നിരിക്കുന്നു. ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം, വല്യമാവനായ കരുതുള്ളി നിൽക്കുക. 2 അറ്റാക്ക് കഴിഞ്ഞ മനുഷ്യനാ. 3ാമതൊരു അറ്റാക്ക് വന്ന വേണ്ട, എന്നെ കൊണ്ട് അധികം പറയിക്കണ്ട. വന്ന വഴി അമ്മയും മോളെ തിരിച്ചു വയ്ക്കോ. ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങളാരാ? ഈ വീട്ടിൽ നിങ്ങൾക്ക് എന്താ കാര്യം? വീട്ടിൽ ഞങ്ങൾ കയറരുതെന്ന് വല്യമ്മാവൻ പറയട്ടെ, അപ്പൊ ഞങ്ങൾ തിരിച്ചു പൊയ്ക്കോളാം. തലയുള്ളപ്പോ വാലാടണ്ട. നീയാള് കൊള്ളാലോ. റോഡിൽ നിൽക്കുമ്പോ ഇങ്ങനെ, അപ്പൊ പിന്നെ നീ വീടിനകത്ത് കയറിയുള്ള സ്ഥിതി എന്തായിരിക്കും? മോളെ കോമളം, മറ്റൊരു പോമഴിയില്ലാത്തതുകൊണ്ടാ പ്രായമായ എന്റെ മോളെയും കൂട്ടി ഞാനിവിടെ വന്നത്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് സഹായം ചോദിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ ആരടുത്തും വന്നിട്ടില്ലല്ലോ. ഇപ്പോ ദൈവം എന്നെ ചതിച്ചു. അതുകൊണ്ട് നിങ്ങൾ ഗേറ്റ് കടന്ന് അകത്ത് കയറാൻ അനുവദിക്കരുതെന്ന് വല്യമ്മാവൻ തന്നെ ഞങ്ങളോട് പറഞ്ഞത്. ചേട്ടാ, എന്താ പേര്? സുൻ ഏതായാലും ഇവരെന്റെ സഹോദരിയാണല്ലോ, അപ്പൊ ചേട്ടാന്ന് വിളിക്കാം. ചേട്ടന്റെ ഭാര്യയുടെ അമ്മാവന്റെ വീടല്ലേ ഇത്? ഭാര്യ വീട്ടിൽ നിന്നോണ്ട് ചേട്ടൻ ഇങ്ങനെ ഓർഡർ ഒന്നും ഇട്ട് കളയരുത്. ഈ നിൽക്കുന്ന സ്ത്രീ എന്റെ അമ്മ, നിങ്ങളുടെ അമ്മായിയുടെ സ്വന്തം ചേച്ചിയാ. നിങ്ങളുടെ മദറിനിലേക്കുള്ള അവകാശമൊക്കെ എന്റെ അമ്മയ്ക്ക് ഈ വീട്ടിലുണ്ട്. നിങ്ങളുടെ ഭാര്യയ്ക്കുള്ള എല്ലാ അവകാശവും എനിക്കും ഉണ്ട്. അവകാശം? നീ അങ്ങ് അകത്ത് കയറി വാ, ഞാൻ കാണിച്ചു തരാം. എന്റെ അമ്മയും സരോജ കുഞ്ഞമ്മയും ഒന്ന് വന്നോട്ടെ. സുനില് വന്നേ, നമുക്ക് പോവാം. ഈ തെണ്ടികൾക്ക് ഭിക്ഷ കൊടുക്കണോ വേണ്ടയോ എന്ന് വല്യമാവൻ തന്നെ തീരുമാനിക്കട്ടെ. അമ്മേ, നമുക്ക് തിരിച്ചു പോവാം മോളെ. ഞാൻ നിന്നോട് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചില്ലേ? ശത്രുക്കളെക്കാൾ മോശമായിട്ടേ ബന്ധുക്കൾ പെരുമാറൂ. സാരില്ല, വാ. അവര് ഇങ്ങോട്ട് വന്നേ. വേണ്ടേ?
കൊച്ചേട്ടൻ പാവം, കൊച്ചേട്ടൻ നമ്മളെ കണ്ടു. മിണ്ടാപ്രാണിയല്ലേ, മനസ്സ് നിറയെ സ്നേഹവും വാത്സല്യവും, പക്ഷെ ഒന്നും ചെയ്യാനുള്ള ത്രാണിയില്ല. അമ്മ ഇങ്ങനെ ഭയന്ന് നിൽക്കാതെ വാ, നമുക്ക് അകത്തേക്ക് പോവാം. വല്യമാവൻ എന്ത് വേണമെങ്കിലും പറയട്ടെ, ചെയ്തോട്ടെ, നമുക്ക് കേൾക്കാം, സഹിക്കാം. വരും, വാ. വല്യമാവന്റെ 3 അനിയത്തിമാരിൽ മൂത്തവളല്ലേ അമ്മ? വാ. എന്താ ബബ്ബ പറയാൻ നിൽക്കണ്ട. ആ വരുന്നവൾ നമ്മുടെ ആരുമല്ല. അവളുമായി നമുക്ക് യാതൊരു ബന്ധവുമില്ല. പറഞ്ഞത് കേട്ടില്ലേടാ പൊട്ടൻ കഴിവേറി. പിന്നെന്താ മിഴിച്ചു നോക്കുന്നേ? അകത്ത് പോടാ. നിക്കവിടെ. ഇനി ഒരടി മുന്നോട്ട് വയ്ക്കരുത്. ഞാൻ എൻ്റെ നില മറന്നു പോകും. വല്യേട്ടൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ തെറ്റ് ചെയ്തവൾ തന്നെ സമ്മതിച്ചു. പക്ഷേ ഇന്ന് ഞങ്ങൾക്കൊരു ഗതിയും ഇല്ലാതായി. എന്തൊക്കെയായാലും നമ്മൾ രണ്ടുപേരും ഒരമ്മ പെറ്റ മക്കളാണല്ലോ. അതെ, എനിക്ക് 15 വയസ്സുള്ളപ്പോഴാ എന്നെ പ്രസവിച്ച സ്ത്രീ പുതിയ ഭർത്താവിനെ കണ്ടുപിടിച്ചത്. അമ്മയായതുകൊണ്ട് ഞാനത് സഹിച്ചു. എൻ്റെ അച്ഛൻ സമ്പാദിച്ച പണമെടുത്ത് അമ്മയുടെ 2ാം ഭർത്താവ് ധൂർത്തടിക്കുന്നതും നാട്ടുപ്രമാണി ചമയുന്നതും ഞാൻ കണ്ടു. അതും ഞാൻ ക്ഷമിച്ചു. ഊമയായ അനിയനെയും 3 പെങ്ങന്മാരെയും എൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ട് ഒടുവിൽ അമ്മ ഈ ലോകം വിട്ടുപോയി. ധൂർത്തടിക്കാൻ ഞാൻ പണം കൊടുക്കാതായപ്പോൾ എൻ്റെ 2ാനച്ഛൻ സ്വന്തം മക്കളെക്കുറിച്ച് പോലും ചിന്തിക്കാതെ സ്ഥലം വിട്ടു. എൻ്റെ അമ്മയുടെ പുതിയ ബന്ധത്തിലെ 2ാമത്തെ അവതാരമല്ലേ നീ? നീ നമ്മുടെ അമ്മയും കടത്തിവെട്ടി നാട്ടുകാരുടെ മുമ്പിൽ എൻ്റെ ശവദാഹം നടത്തി ഇറങ്ങിപ്പോയി. നിന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചത്തു കഴിഞ്ഞു. വല്യമാവൻ ഇങ്ങനെയൊക്കെ പറയുമെന്ന് പ്രതീക്ഷിച്ച് തന്നെ ഞങ്ങൾ വന്നത്. പക്ഷെ ഞങ്ങൾക്ക് തിരിച്ചു പോവാൻ ഒരിടവും ഇല്ല. അമ്മാവൻ ശകാരിച്ചോളൂ, വേണമെങ്കിൽ തല്ലിക്കോളൂ. ഞാൻ BSc പരീക്ഷ എഴുതി കഴിഞ്ഞു, കമ്പ്യൂട്ടർ പരീക്ഷ എഴുതിയിട്ടുണ്ട്. എനിക്കൊരു ജോലി കിട്ടിയാൽ അടുത്ത ദിവസം തന്നെ ഞങ്ങൾ ഈ വീട് വിട്ട് പൊയ്ക്കോളാം. വല്യമ്മാവൻ എന്നെ അനുഗ്രഹിക്കണം. അങ്ങോട്ട് അശ്രീകരങ്ങള് മുറ്റത്ത് കാല് കുത്തിയപ്പോഴേ ഫലം കണ്ടല്ലോ. യക്ഷിയാ ഇവളെ, യക്ഷി. അമ്മാവന് 2 പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് വന്നാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഇനിയെങ്കിലും ഒന്ന് പോകുന്നുണ്ടോ? അതോ വല്യമ്മാവനെ കൊന്നേ പോകുന്ന നിർബന്ധമാണോ? അമ്മാവാ, 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 വാ, അതുകൊണ്ടാ. അങ്ങോട്ട് മാറി. മുതലാളിക്ക് എന്ത് പറ്റി?
അമ്മാവാ, തങ്കപ്പ വേഗം കാർ ഇറക്ക്, അമ്മാവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ആ ശരി. അമ്മാവാ, അമ്മാവാ. അമ്മാവാ, പതുക്കെ. അങ്ങോട്ട് മാറ്. കൊണ്ട് മാറി നിക്ക്. ഇപ്പൊ പോണ്ട. എന്തായി മാറി ഇങ്ങോട്ട്. അതിനു മുമ്പ് മുതലാളി വീണു. ഇത്ര വലിയ മുറിയൊന്നും ഞങ്ങൾക്ക് വേണ്ട കൊച്ചേട്ടാ. ഇത് കൊച്ചമ്മാവന്റെ മുറിയാണോ? അയ്യോ, അപ്പൊ ഞങ്ങൾ ഇവിടെ കിടന്നാൽ കൊച്ചമ്മാവനോടെ കിടക്കും. വലിയേട്ടൻ ആശുപത്രിയിൽ നിന്ന് വന്ന ഞങ്ങളെ അടിച്ചിറക്കുമെന്ന് തീർച്ച. വെറുതെ എന്തിനാ കൊച്ചേട്ടൻ വലിയേട്ടന്റെ ശകാരം കേൾക്കുന്നത്? മൂന്നാമത്തെ അറ്റാക്ക് ആയിട്ട് മൂപ്പിലാൻ പിടിച്ചു എന്ന് കളഞ്ഞല്ലോ. ആ വീഴ്ചയിലങ്ങ് തട്ടിപ്പോയിരുന്നെങ്കിൽ ശല്യം ഒഴിഞ്ഞാനെ. ബാങ്കിൽ മാത്രമല്ല, വല്യമ്മാവന്റെ കയ്യിലും കാണും നല്ലൊരു തുക. പക്ഷേ അതെവിടെയാ വച്ചിരിക്കുന്നതെന്ന് ഒരു പിടിയുമില്ല. അങ്ങേരുടെ ബെഡ്റൂമിന്റെ ഷെൽഫിൽ കാണും, അല്ലാതെ എവിടെ വെക്കാനാ?
നമ്മളല്ലേ ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തത്? അതെ, ഹോസ്പിറ്റൽ എക്സ്പെൻസ് ഒക്കെ നമ്മുടെ തലയിലാവോ? എന്നെ കെട്ടിയിട്ട് അടിച്ചാൽ 10 രൂപ കിട്ടത്തില്ല. ബോധം കെടുന്നതിന് 10 മിനിറ്റ് മുമ്പ് പോലും അങ്ങേര് ഞാൻ മേടിച്ച പൈസയുടെ കണക്ക് പറയുന്നത് നീ കേട്ടതല്ലേ? അത് പിന്നെ പൈസയുടെ കാര്യത്തിൽ വല്യമ്മാവൻ അങ്ങനാ, എല്ലാം കൃത്യം. എന്റെയും പ്രസാദിന്റെയും കുട്ടിക്കാലത്ത് വല്ലപ്പോഴും ചോക്ലേറ്റ് വാങ്ങി തരുമായിരുന്നു. അതിന്റെ കണക്ക് പോലും പറയും. കഴിഞ്ഞ മാസം 10-ാം തീയതി ഒരു ഡയറി മിൽക്ക് വാങ്ങിച്ച് തന്നില്ലേന്ന്. എന്തായാലും വല്യമ്മാവന്റെ കാലം കഴിഞ്ഞ ഈ കാണുന്ന സ്വത്തൊക്കെ ഞങ്ങക്ക് തന്നെ കിട്ടുമല്ലോ. കിട്ടും കിട്ടും, ഞൊട്ടും. കണക്കും കൂട്ടി ഇരുന്നോ. അതെന്താ കിട്ടാത്തെ? വല്യമ്മാവൻ കല്യാണമേ കഴിച്ചിട്ടില്ല. ഭാര്യയും മക്കളില്ലാത്ത ഒരാൾ മരിച്ച സ്വത്ത് സഹോദരങ്ങൾക്കല്ലേ കിട്ടൂ. എന്റെ അമ്മയും സരോജ കുഞ്ഞമ്മയ യഥാർത്ഥ അവകാശികൾ. ഇപ്പൊ നിന്റെ വല്യമ്മ മോളെയും കൂട്ടി വന്ന് നിൽക്കുന്ന കണ്ടിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്? ആ കണ്ടമാനക്കാരിക്ക് 1 സെന്റോ 10 രൂപയോ കൊടുക്കത്തില്ല. കോമളം, നീ സംസാരിക്കുന്ന കേട്ടാ നിന്റെ അച്ഛൻ രവീന്ദ്രന്റെ സ്വത്താണ് ഭാഗം വെക്കുന്നതെന്ന് തോന്നുമല്ലോ. അല്ല, അതിന് ഭാഗം വെക്കാൻ നിന്റെ അച്ഛൻ്റെ കയ്യിൽ എന്തോ ഇരിക്കുന്നു. ഓ, നിങ്ങളുടെ വീട്ടിൽ കുറെ ഉണ്ട്. ദേ, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. ഒരു ബൈക്ക് വാങ്ങിച്ചത് എന്റെ വല്യമ്മാവന്റെ കടം വാങ്ങിച്ച്. പതുക്കെ. തൊള്ള തുറക്കുന്നൊക്കെ നമ്മുടെ ബെഡ്റൂമിൽ മതി. ദോ വരുന്നു നിന്റെ അമ്മയും അച്ഛനും. വരുന്ന സ്പീഡ് കണ്ടിട്ട് നിന്റെ അമ്മ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഭാഗം വെപ്പ് നടത്തുന്ന തോന്നേ. എപ്പോഴായിരുന്നു മോളെ സംഭവം? സംഭവമൊന്നും ആയില്ല, ICU കിടക്കുന്നേ ഉള്ളൂ, കോമായില്ല. കാഷ്വാലിറ്റി കൊണ്ടുവന്നപ്പോഴേ ഞാൻ അമ്മയ്ക്ക് ഫോൺ ചെയ്തില്ലേ? ആ അലവലാതി മോളെ കൊണ്ട് വീട്ടിൽ കയറി വന്നു. ആ ടെൻഷനിലാ വീണ്ടും അറ്റാക്ക് വന്നത്. എന്നിട്ട് അവള് പോയില്ലേ? ഞാൻ സുനിൽ പറയാവുന്നിടത്തോളം പറഞ്ഞു നോക്കി. വല്യമ്മാവനും പറഞ്ഞു ഇറങ്ങി പോവാൻ. അമ്മയേക്കാ ഭയങ്കര മോള്. എന്നോട് അവള് തട്ടിക്കേറി. വല്യമ്മാവനോട് ഒറ്റയ്ക്കൊറ്റ പറഞ്ഞു. എന്റെ ദൈവമേ, ഞാനാ നേരത്തെ അവിടെ ഇല്ലാതെ പോയല്ലോ. രണ്ടിന്റെയും കരണക്കുറ്റി അടിച്ചു പൊടിച്ച് റോഡിൽ കൊണ്ട് തള്ളിയനെ. അമ്മയൊന്ന് വെറുതെ ഇരിക്കെ. അമ്മ വിചാരിച്ചാലും സരോജ കുഞ്ഞമ്മ വിചാരിച്ചാലും ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. സുശീല വല്യമ്മ രണ്ടും കൽപ്പിച്ചാ വന്നിരിക്കുന്നെ. അടെ സുനിൽ, ഡോക്ടർ എന്താ പറഞ്ഞത്? ഉടനെ വല്ലതും സംഭവിക്കുവോ? കാറി വെച്ച് തന്നെ ജീവൻ പോകുന്ന ഞാൻ വിചാരിച്ചത്. പക്ഷേ അതെ, ഈ ഹോസ്പിറ്റൽ റൂമിനൊക്കെ ഭയങ്കര വാടകയല്ലേ? അത് തന്നെയാ ഞാനും സുനിലേട്ടനും സംസാരിച്ചോണ്ടിരുന്നത്. ഹാ, അഡ്വാൻസോ മറ്റോ ചോദിച്ചാ? അല്ല, നമ്മൾ ചെലവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങേരുടെ കാലം കഴിഞ്ഞാ എല്ലാം ലളിതയ്ക്കും സരോജത്തിനുമല്ലേ കിട്ടാൻ പോകുന്നത്. എന്നാ പിന്നെ അച്ഛൻ തന്നെ ആ കാര്യം അങ്ങ് ഏറ്റെടുക്ക്. പരിഹസിക്കല്ലേ സുനിലേ. ഞാൻ അത്ര വലിയ പണക്കാരനായിരുന്നെങ്കിൽ എൻ്റെ മോളെ നിന്നെപ്പോലൊരുത്തന് പിടിച്ചു തരുമോ? ഒരു കാര്യം എനിക്ക് ഉറപ്പാ, 2 പെങ്ങന്മാരിൽ എന്നോട് തന്നെയാ വല്യേട്ടന് കൂടുതൽ ഇഷ്ടം. 2 പെങ്ങന്മാരല്ല, 3 പെങ്ങന്മാര്. ഭാഗം മേടിക്കാൻ തന്നെയാ സുശീല വല്യമ്മ വന്നിരിക്കുന്നത്. അവർക്കാണെങ്കി ഇപ്പൊ ഭർത്താവും ഇല്ല. അയ്യോ, അപ്പൊ എൻ്റെ പൊട്ടനളീൻ്റെ കാര്യം നിങ്ങളങ്ങ് മറന്നോ? പുള്ളിക്ക് വലിയ സ്വത്തിലൊരു അവകാശം. ഊമയാണെന്ന് കരുതി റൈറ്റ്സ് ഇല്ലാതെ വരുമോ? ഓ, കൊച്ചേട്ടൻ വഴക്കിടാനൊന്നും വരത്തില്ല. കൊച്ചേട്ടന്റെ ഭാഗം കൂടി ഞാൻ ഇങ്ങ് എഴുതി മേടിക്കും. എന്നിട്ട് കൊച്ചേട്ടനെ ഞാൻ നോക്കും. 3 നേരം വയറ് നിറച്ച് ഭക്ഷണവും തലയിലെ ദേഹത്തിന് തേച്ചു കുളിക്കാൻ എണ്ണയും കൊടുത്താൽ മതി. കൊച്ചേട്ടൻ മിണ്ടാതൊരിടത്തിരുന്നോളൂ. ഹാ, ഈ പ്രാവശ്യമെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു. വല്യമ്മാവന്റെ സ്വത്ത് കിട്ടുന്ന സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായി? നിങ്ങൾ 3 പെണ്ണുങ്ങളിൽ മൂത്തത് ഇപ്പൊ അഭയാർത്ഥിയായിട്ട് വന്നിരിക്കുന്ന ആ സ്ത്രീയല്ലേ? പൊട്ടൻ കൊച്ചേട്ടൻ കഴിഞ്ഞാൽ സുശീല, പിന്നെ ഞാൻ. ഏറ്റവും ഇളയത് സരോജം. സരോജ കുഞ്ഞമ്മയുടെ കാര്യം എനിക്കറിയാം. എന്റെ സംശയം അതല്ല. അമ്മയുടെ മൂത്ത ചേച്ചിയുടെ മോക്ക് എൻ്റെ ഭാര്യയുടെ പ്രായമില്ല. പ്രസാദിനേക്കാളും പ്രായം കുറവായിരിക്കും അവക്ക്. അതോ, ഒളിച്ചോടിപ്പോയപ്പോ വയറ്റിലുണ്ടായിരുന്ന കൊച്ചു ചാപിള്ളയായിപ്പോയി. പിന്നെ 10-12 കൊല്ലം കഴിഞ്ഞാ പെറ്റത്. ഏതായാലും നമ്മൾ ആ ശല്യം ഒഴിവാക്കിയേ പറ്റൂ. ഇല്ലെങ്കിൽ വല്യേട്ടൻ ചത്തു കഴിഞ്ഞാ സ്വത്തിന്റെ പങ്ക് വേണോന്ന് അവളും പറയും. അത് ശരിയാ. ആ പെണ്ണിനെ കണ്ടാ അറിയാം, ആള് ജഗജില്ലിയാ.